പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിലും നവ്യടുത്താണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാര്യം നവ്യയുടെ കാര്യം അത്രയ്ക്കും വലിയ പ്രശ്നത്തിലാണ്. ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുകയും അവർ പറയുന്നൊന്നും അനുസരിക്കാതെ ഇങ്ങനെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നതൊക്കെ കൊണ്ടാണെങ്കിലും മുത്തശ്ശനാണെങ്കിൽ നവ്യയുടെ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാര്യം വെച്ചാൽ അവർക്ക് എതിരെയുള്ളൊരു ജ്വല്ലറിയിലാണ് നമ്മൾ നവ്യയാണെങ്കിൽ ആഡൊക്കെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുവാണെങ്കിൽ നവ്യ കേൾക്കുന്നതും ഇല്ലല്ലോ. അപ്പം നവ്യയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങ് അതമ്പതിച്ചാണ് ഇപ്പോൾ അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ കാരണം മുത്തശ്ശനാണെങ്കിൽ അവിടെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നവ്യയാണെങ്കിൽ ഇറങ്ങാൻ പോവാ കേട്ടോ. ഇറങ്ങുന്ന സമയത്താണെങ്കിൽ അഭിയടുത്തും ജലജയടുത്തും പറയുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കോണം, ഞാൻ എന്തായാലും പോവാണെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ജലജയ അഭിയും പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾക്കും മോളോടെ കൂടെ വരണമെന്നാണ് ആഗ്രഹം, പക്ഷേ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവർ നമുക്കൊന്നും തരത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അവരെ മനസ്സിലെ ആഗ്രഹവും നടന്നു. കാര്യം നവ്യ അവിടുന്ന് പോകണമെന്നായിരുന്നല്ലോ ജലജയ്ക്കും അഭിക്കും ആഗ്രഹം. അപ്പം അവിടെ എന്തായാലും നവ്യടുത്ത് സ്നേഹമുള്ള കണക്ക് അവരവിടെ അഭിനയിച്ച് തകർക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ നവ്യയാണെങ്കിൽ പിന്നെ നയനടുത്ത് പറയുന്നുണ്ട്, നീ കണ്ട് ആസ്വദിച്ചോടി, നീ ഒരു ചേട്ടത്തി ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കാണുമ്പം നിനക്കത് കണ്ട് ആസ്വദിക്കാനാണല്ലോ നിനക്ക് കൂടുതൽ ഇഷ്ടമെന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്നാമത് എൻ്റെ അഭിയെ കൊടുക്കാൻ നോക്കി, അഭിയെ ജയിലിലാക്കിയിട്ട് അതൊന്നും നടക്കാതെ വന്നപ്പോൾ നിനക്ക് പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് പുറത്താക്കണമായിരുന്നല്ലോ നിൻ്റെ ആഗ്രഹം, അതെന്തായാലും സാധിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നവ്യ പറയുന്നുണ്ട്, എന്തായാലും അവിയെ ആണെങ്കിലും ആദർശേട്ടനെ ആണെങ്കിലും എല്ലാവരും ഇവിടെ രണ്ട് തട്ടിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അതാണല്ലോ എല്ലാവർക്കും ഇവിടെ നിങ്ങളെല്ലാവരും സ്വഭാവം അതൊക്കെ തന്നെ ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ ഭർത്താവ് ചെയ്ത അത്രയ്ക്കും മോശമായ കാര്യങ്ങളൊന്നും എൻ്റെ ഭർത്താവ് ചെയ്തിട്ടില്ല. നിൻ്റെ ഭർത്താവിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ ഇങ്ങനെ സ്നേഹിച്ച് അവരൊക്കെ ചതിച്ച് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതല്ലേ നിൻ്റെ ഭർത്താവിൻ്റെ ജോലി, എന്തായാലും എൻ്റെ അഭി അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത്രയ്ക്കും ആദർശനാണെങ്കിലും മോശമായ രീതിയിലാണ് നമ്മൾ നവ്യയാണെങ്കിൽ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നവ്യ പറയുന്നുണ്ട്, എന്തായാലും ഇതിനൊക്കെ വേറെ പേരിട്ടാണ് വിളിക്കേണ്ടത്, ഇവിടെ ഉള്ളവർക്കൊന്നും ഇതൊന്നും പ്രശ്നമല്ലല്ലോ, എന്തായാലും നിൻ്റെ ഭർത്താവിന് ഒരിക്കലും ഗതി പിടിക്കത്തില്ല എന്നൊക്കെ നവ്യ അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നവ്യയാണെങ്കിൽ പറയുന്നുണ്ട് നയനടുത്ത്, നീ എന്തായാലും ഒരു കാര്യം ചെയ്യും, എല്ലായിടവും ഒക്കെ ഒന്ന് അന്വേഷിച്ച് നോക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഓരോ ജില്ലയിലും ഓരോ ഭാര്യമാരും മക്കളും ഒക്കെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് അത്രയ്ക്കും മോശമായ രീതിയിലാണെങ്കിൽ ആദർശനാണെങ്കിൽ നവ്യ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ സഹി കെടുന്നുണ്ട്. അവസാനം മുത്തശ്ശനാണെങ്കിൽ ദേഷ്യം അടക്കാൻ വയ്യാതെ മുത്തശ്ശനാണെങ്കിൽ നവ്യയുടെ ചെവി കുറ്റി നോക്കി ഒരു അടിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഇങ്ങനൊന്നും സംസാരിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ പിന്നെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി എല്ലാവരും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിയിട്ട് ഇവിടെ ആണെങ്കിൽ ഒരാളിവിടെ ഞെളിഞ്ഞ് ഇവിടെ നടപ്പുണ്ടെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു സമയത്തെങ്കിലും നീ അറിയണം, ഇതിൻ്റെ സത്യങ്ങളും കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞ് വേണം നീ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാനെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അത്രയ്ക്കും നീ ഇവിടെ അതിര് വിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിൻ്റെ നല്ലവനായ ഭർത്താവിനെ കുറിച്ച് ഞങ്ങൾക്കും കൂടെ അവനൊരു നല്ലവനാണെന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കും കൂടെ തോന്നണ്ടേ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനാണെങ്കിൽ അത്രയ്ക്കും ദേഷ്യത്തോടെ നവ്യടുത്ത് പറയുന്നു. അങ്ങനെ മുത്തശ്ശനാണെങ്കിലും നവ്യടുത്ത് പറയുന്നുണ്ട്, എന്തായാലും മറ്റുള്ളവർ ചെയ്ത തെറ്റാണ് എൻ്റെ ആദർശമോനെടുത്ത് തലയിൽ ചുമന്ന് നടക്കുന്നത്, നീയൊക്കെ എപ്പോഴും എൻ്റെ ആദർശമോനായിട്ട് കുറ്റം പറയുകയും വെക്കുകയും ചെയ്യുമ്പോഴും സമൂഹത്തിൻ്റെ മുമ്പിലാണെങ്കിൽ എൻ്റെ കൊച്ചുമോനെ കുറിച്ച് നാണം കെടുത്തിയ സമയത്തുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എൻ്റെ ആദർശമോൻ അത് സ്വന്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നടന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് നിന്നെ സ്വന്തം അനിയത്തിയെ പോലെ കണ്ടതുകൊണ്ട് നിൻ്റെ ജീവിതത്തിനകത്തൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരാതിരിക്കാൻ വേണ്ടിയാണ് ആദർശമോൻ അതൊക്കെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇപ്പം ഞാൻ പറഞ്ഞത് വെച്ചിട്ട് ഏകദേശം നിനക്ക് മനസ്സിലായി കാണുമല്ലോ കാര്യങ്ങളെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, പിന്നെ നിൻ്റെ ഭർത്താവാണ് ഇതിനകത്ത് എല്ലാം തെറ്റുകാരനല്ല, അല്ലാതെ എൻ്റെ ആദർശമോനല്ല, നിൻ്റെ ഭർത്താവിൻ്റെ മോളാണ് ചന്തുമോളും, അത് കണക്ക് നിൻ്റെ ഭർത്താവിൻ്റെ കാമുകിയാണ് അനഘയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതുപോലെ പല പെണ്ണുങ്ങളെയും അവന് ചതിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനാണെങ്കിൽ നമ്മളെ നവ്യടുത്താണെങ്കിൽ വെട്ടി തുറന്ന് പറയുന്നുണ്ട്. എന്തായാലും അവനെക്കുറിച്ച് ഒരു തെറ്റുകൾ പറയാനോ ഇവിടെ ഒറ്റയെണ്ണത്തിന് ഒരു അധികാരമോ കാര്യങ്ങളോ ഇല്ല, ഒരു കുറ്റം പറയാൻ പോലും ഒറ്റയെണ്ണം വന്നു പോകല് എൻ്റെ കൊച്ചുമോനെന്നുള്ള രീതിയിൽ അധികാരത്തോടെ എനിക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ ആദർശിനെയും അനിയെയും മാത്രമാണെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ഞാൻ രണ്ടാം സ്ഥാനമേ കൊടുത്തിട്ടുള്ള കാര്യം വെച്ചാൽ അവൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് അവനിക്ക് ഞാൻ അങ്ങനെ നിർത്തിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഒറ്റയെണ്ണം എൻ്റെ ആദർശമോൻ്റെ പേര് പോലും പറയാൻ ഒറ്റയെണ്ണത്തിന് ഇവിടെ ഉള്ളതിന് യോഗ്യതയില്ല എന്നൊക്കെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ നവ്യയ്ക്കാണെങ്കിൽ ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്ന് കേട്ടത് തൊട്ട് നമ്മൾ നവ്യയ്ക്കാണെങ്കിൽ സമതല തെറ്റിയാണെങ്കിൽ നിൽക്കുകയാണ് നമ്മളെ നവ്യ. ഇത് കേട്ടിട്ടാണെങ്കിൽ നമ്മൾ അഭിയാണെങ്കിൽ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നവ്യയാണെങ്കിൽ നേരെ അഭിയെടുത്ത് നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, അഭി ഇവർ പറയുന്നത് സത്യമാണോ, നീ പറ, നിൻ്റെ നാവിന്ന് വേണം എനിക്കിത് കേൾക്കാനെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ അഭിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പറയുന്നുണ്ട്, പറഞ്ഞു കൊടുക്കടാ അഭി, എന്താ നിൻ്റെ നാവ് ഇപ്പോൾ ഇറങ്ങിപ്പോയി, ഇത്രയും നാളെ ഞങ്ങളെ കുറ്റപ്പെടുത്തി പറഞ്ഞ നിൻ്റെ നാവ് എന്താ ഇപ്പോൾ ഇറങ്ങിപ്പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ.
നീ സത്യാവസ്ഥ കൊണ്ട് പറയാം. അപ്പോഴത്തേക്കാണെങ്കിലും നവ്യ പറയുന്നുണ്ട്, ഇത്രയും നാളാണെങ്കിലും ഇവരെല്ലാവരും ആദർശേട്ടന് കുറ്റം ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്ത് ഇവർ പറയുന്ന സമയത്താണെങ്കിലും ഞാനാണെങ്കിലും അത് ഇതുവരെയ്ക്കും അത് കാര്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഞാനും ആദർശേട്ടനെ കുറ്റക്കാരനായിട്ടൊക്കെ ഞാൻ ഇതുവരെയ്ക്കും സംസാരിച്ചിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശനും പറയുന്നുണ്ട്, എന്തോ പറ്റി ഇവൻ്റെ നാവ് ഇറങ്ങിപ്പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും നീ എന്താ വിചാരിച്ചത്, നിന്നെ ഞങ്ങൾ സേഫ് ആക്കുമെന്ന് വിചാരിച്ചോ? നീയാണെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ നവ്യയ്ക്കാണെങ്കിൽ എരിയേറ്റി കൊടുത്ത് ഞാൻ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാവുമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അതുപോലെ ഇപ്പം നിൻ്റെ കാര്യവും നടക്കുന്നത്. നീ അടങ്ങി ഒതുങ്ങി ഇവിടെ എല്ലാവരെയും അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ നിന്നെ സേഫ് ആക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ നോക്കത്തുള്ളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ നവ്യയുടെ പറയുന്നുണ്ട്, ഇതിൻ്റെ എല്ലാ സത്യാവസ്ഥകളും തെളിവുകളും എല്ലാം നയനയുടെ ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് നയനയാണെങ്കിൽ പോയി റൂമിൽ പോയി ആണെങ്കിൽ ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നവ്യയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നവ്യയാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ആകെ ഷോക്കായിട്ടൊക്കെ സമനില തെറ്റി മൊത്തത്തിൽ നവ്യ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.